ഇന്ന് നമ്മുടെ കുറേ വൈദികർ എറണാകുളം അരമനയിൽ ചെന്നിരുന്നു. ഏതാണ്ട് 70ഓളം വൈദികർ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. അവർ വെറുതെ പോയതല്ല, പാമ്പ്ലാനിയായിട്ട് അവർക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നേറ് നിശ്ചയിച്ച പ്രകാരമാണ് ഈ വൈദികർ അവിടെ എത്തിയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആൾ കിടന്നിടത്ത് പൂടയില്ല എന്ന് പറഞ്ഞ മാതിരി പാമ്പ്ലാനി അവിടെ ഇല്ല. നമ്മൾ നോക്കണം, 70ഓളം വൈദികർ എറണാകുളത്തെ വിവിധ ഇടവകകളിൽ നിന്നായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മുന്നേറി നിശ്ചയിച്ചിരുന്ന പോലെ മാർ പാമ്പ്ലാനി സ്ഥലത്തില്ല. അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. കൂടിക്കാഴ്ച വ്യാഴാഴ്ചത്തേക്ക് മാറ്റി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, ഞാൻ വെറുതെ പറയുന്നതാണോ? തലശ്ശേരിയിൽ നിന്ന് ഈ പാമ്പ്ലാനിക്ക് എറണാകുളത്ത് എത്തുവാൻ ഏതാണ്ട് മിനിമം 5 മണിക്കൂർ തന്നെയെങ്കിലും എടുക്കും. പോട്ടെ, 4-4.5 മണിക്കൂർ എടുക്കും മിനിമം അത്ര സമയം എടുക്കും. നമ്മുടെ വൈദികർക്കാകട്ടെ അവരുടെ ഇടവകകളിൽ നിന്നും അരമനയിലെത്താൻ കൂടി വന്നാൽ 1/4 അല്ലെങ്കിൽ 3/4 മണിക്കൂർ എടുക്കുകയുള്ളൂ. എന്നിട്ടും ലാസ്റ്റ് മിനിറ്റിലാണ് പാമ്പ്ലാനിയുടെ യാത്ര ക്യാൻസലായത് എന്ന് വരികിലും അദ്ദേഹത്തിന് ഈ അച്ഛന്മാരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ അവരോടൊന്ന് വരണ്ട, ഞാൻ പിന്നീട് നമുക്ക് വ്യാഴാഴ്ച കാണാം എന്ന് പറയാനുള്ള സമയമുണ്ടായിരുന്നു. പക്ഷെ അത് പറഞ്ഞില്ല. അച്ഛന്മാർ അരമനയിൽ വന്നതിന് ശേഷമാണ് ഈ അറിയിപ്പ് പാമ്പ്ലാനിയിൽ നിന്ന് വന്നത്, ഇത് കൂടിക്കാഴ്ച മാറ്റിവെക്കണം, നമുക്ക് വ്യാഴാഴ്ച കൂടാമെന്ന്. എന്താണ് ഇതിൻ്റെ അർത്ഥം സുഹൃത്തുക്കളെ? പാമ്പ്ലാനി ഇത് മുൻകൂട്ടി അറിഞ്ഞ് കണക്ക് കൂട്ടി ചെയ്താണ് നമ്മുടെ അച്ഛന്മാരെ അപഹസിക്കാനും മണ്ടന്മാരാക്കാനും എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെ അറിവ് കൊടുക്കായിരുന്നു. അദ്ദേഹത്തിന് ലാസ്റ്റ് മിനിറ്റ് തലശ്ശേരി വിടുന്നതിന് ലാസ്റ്റ് 1 മിനിറ്റ് മുമ്പാണ് അദ്ദേഹത്തിന് ഇത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത് എങ്കിൽ അദ്ദേഹത്തിന് വിളിച്ചു പറയാമായിരുന്നു. ആ വൈദികർക്ക് ബുദ്ധിമുട്ടി എറണാകുളം വരെ യാത്ര ചെയ്തു വരേണ്ട ഗതികേട് ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം, 1, നമ്മുടെ അച്ഛന്മാരെ കുരങ്ങ് കളിപ്പിക്കുക. 2, കൽദായർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുക. കാരണം ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് വ്യാഴാഴ്ചത്തേക്ക് ആക്കി എന്ന് പരസ്യമായി. അതിനകത്ത് ഇന്നേക്കും ഈ വ്യാഴാഴ്ചയ്ക്ക് ഇടയിൽ ഈ കൽദായർക്ക് അവിടെ പ്രശ്നങ്ങളുണ്ടാക്കാനായിട്ട് സമയമുണ്ടാകും. അതിന് സമയം ഒരുക്കി കൊടുക്കുകയാണ് പാമ്പ്ലാനി ചെയ്തത്. ഞാൻ പറഞ്ഞത് ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇതെല്ലാം പരസ്യമായി. ഈ വ്യാഴാഴ്ച ഈ വൈദികരുമായിട്ട് അദ്ദേഹം ചർച്ചകൾ നടത്തുമെന്ന് ഉറപ്പായി. അപ്പോൾ അത് കൽദായർക്ക് ഈ MTNS ഒരു മുന്നറിയിപ്പായി. അപ്പോൾ MTNS ഇനി തയ്യാറെടുപ്പുകൾ നടത്താം. ഒരുപക്ഷെ അവർക്ക് വ്യാഴാഴ്ച കാലത്തോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ അവർക്ക് അരമന കയ്യേറി അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. അപ്പോൾ ആ എക്സ്ക്യൂസ് പറഞ്ഞ് ഒരു പക്ഷേ വൈദികരുമായിട്ടുള്ള ആ ചർച്ച ഈ വ്യാഴാഴ്ച എന്നുള്ളത് വീണ്ടും മാറ്റിക്കളയാൻ സാധിക്കും. ഇതുപോലുള്ള തരികടകളാണ് പാമ്പ്ലാനി നമ്മുടെ അതിരൂപതയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ അനുസരിച്ച് പ്രായോഗികമായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. താങ്ക് യു വെരി മച്ച്.